ഷുഡ് വി എഡ്യൂക്കേറ്റ് ഗേൾസ്? 2025 ഈ ചോദ്യത്തിന്റെ പ്രസക്തി എന്ത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ലെറ്റ് മീ ടേക്ക് യു ടു മൈ സ്റ്റോറി. So, I'm Ladida Nasrin. I did BTech from NIT Calicut and MTech from IIT Madras. എൻ്റെ ഒരു എഡ്യൂക്കേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇറ്റ്സ് റൈറ്റ് ഫ്രം ചൈൽഡ്ഹുഡ്. ഞങ്ങളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഉപ്പ ഗവൺമെൻറ് ജോലിയാണ്, 3 പെൺമക്കൾ. യെസ്, എല്ലാവരെയും പോലെ 3 പെൺമക്കളാണോ ആൺകുട്ടികളില്ലേ, ഇങ്ങനത്തെ ചോദ്യമൊക്കെ ഉപ്പയും ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഉപ്പാടെ ഒരു കൺസേൺ ആയിരുന്നില്ല. ഹി വാസ് ഡിഫറെൻറ്റ്. മക്കളെ എങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കാം എന്നതായിരുന്നില്ല ഉപ്പാടെ ഒരു ചിന്ത. മക്കൾക്ക് എങ്ങനെ നല്ല വിദ്യാഭ്യാസം കൊടുക്കാം എന്നതായിരുന്നു ഉപ്പ ചിന്തിച്ചത്. ഹി ബിലീവ്ഡ് ഗേൾസ് ഡിസേർവ് മോർ ദാൻ ജസ്റ്റ് മാരേജ് എന്ന് കരുതി മാരേജ് മോശമുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അവർക്ക് എഡ്യൂക്കേഷനും കൊടുക്കണം. നമ്മൾ അവരുടെ എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, അവരെ നന്നായിട്ട് ഗൈഡ് ചെയ്യുമ്പോൾ, അവരെ ഡ്രീം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് സാധ്യതകൾ അവർക്ക് മുന്നിൽ തുറന്നു വയ്ക്കപ്പെടും. ബിക്കോസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കവചയാണ്, ഒരു പവറാണ്, ഒരു വാല്യൂ കൊടുക്കും നമ്മുടെ മക്കൾക്ക്. That's exactly what happened with my life. I got admission to IIT Madras. പക്ഷേ ആ ഒരു ഡിഗ്രിയോടൊപ്പം തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചു. കോൺഫിഡൻസ്, ക്ലാരിറ്റി, ഇൻഡിപെൻഡൻസ്. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഒരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഒരു സ്ത്രീ തന്നെയാണെന്ന്. അതുപോലെ എൻ്റെ കേസിൽ ഇറ്റ് വാസ് മൈ മദർ ഇൻ ലോ. ബിക്കോസ് കല്യാണം കഴിഞ്ഞതിന് ശേഷം, ഒരു മദർ ആയതിനു ശേഷമാണ് ഞാൻ IIT പഠിക്കാൻ പോകുന്നത്. സോ എനിക്ക് ആ ഒരു ഡ്രീം ചേസ് ചെയ്യാൻ പറ്റിയത് ബിക്കോസ് ഷീ സ്റ്റുഡ് വിത്ത് മീ. When we educate a man, we educate a person. But when we educate a woman, we educate a generation. Yes, അത് വെറും ഒരു ഡയലോഗ് അല്ല, ഇറ്റ്സ് എ ഫാക്ട്. ഇന്ന് ഞാൻ നമ്മുടെ മാത്സ് പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ എക്സാം വൈയിലെ കുട്ടികളെ. അതോടൊപ്പം തന്നെ ഒരു മെൻറ്റേഴ്സ് ടീമിനെ ലീഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് സാധിക്കുന്നത് നമ്മളൊരു IIT പോയി ഡിഗ്രി എടുത്തത് കൊണ്ട് മാത്രമല്ല, മറിച്ച് ആ ഒരു ചെറുപ്പം തൊട്ടേ നമുക്ക് കിട്ടിയ ഒരു ഇൻസൈറ്റിൽ നിന്നാണ്. ഗേൾസ് എന്തിന് പഠിക്കണം, നമ്മൾ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഇൻസൈറ്റ് നമുക്ക് ചെറുതാകുമ്പോൾ തൊട്ട് കിട്ടുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വലുതാകുമ്പോൾ നമുക്ക് ഓരോ ഡ്രീമും അംബീഷനും ഒക്കെ ഉണ്ടാകുന്നത്. സോ യെസ്, നമ്മൾ എഡ്യൂക്കേറ്റിംഗ് ഗേൾസ് ഇസ് നോട്ട് ഓപ്ഷണൽ. ഒരു വെൽ എഡ്യൂക്കേറ്റഡ് ഗേൾ എന്ന് പറയുമ്പോൾ ഷീ ബിക്കംസ് ആൻ അവെയർ മദർ, അല്ലേ? അതുപോലെ തന്നെ നെക്സ്റ്റ് ജനറേഷനെ ലീഡ് ചെയ്യാൻ, എംപവർ ചെയ്യാൻ ഒക്കെ ആവുന്ന ഒരാളായിട്ടാണ് മാറുന്നത്. സോ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വി ഷുഡ് എഡ്യൂക്കേറ്റ് ദം ഏർലി. അറ്റ് എക്സാം വൈ ലേണിംഗ് വി ജസ്റ്റ് ഡോണ്ട് ടീച്ച് സയൻസ് ആൻഡ് മാത്സ്. അതിൻ്റെ ഒപ്പം തന്നെ കരിയർ തിങ്കിങ്, ടൈം മാനേജ്മെൻറ്റ്, ഗോൾ സെറ്റിംഗ്, ക്യാരക്ടർ ബിൽഡിംഗ്, ഇതിനൊക്കെ നമ്മൾ ഗൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ടോപ്പ് ക്വാളിറ്റി ക്ലാസ്സസിൻ്റെ ഒപ്പം തന്നെ വി ഗിവ് ദം എ സ്ട്രോങ് മെൻറ്റർഷിപ്പ്. ഇപ്പോൾ ഞാനൊക്കെ ചെറുതാവുന്ന സമയത്ത് ഇങ്ങനെ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. സോ ടു ഓൾ ദ പാരൻസ് വാച്ചിങ് ദിസ്, എസ്പെഷ്യലി നമ്മുടെ പെൺകുട്ടികളുടെ പാരൻസിനോടാണ് എനിക്ക് പറയാനുള്ളത്, ഗേൾസ് ഡിസേർവ് മോർ ദാൻ ജസ്റ്റ് മാരേജ്. സോ പ്ലീസ് ഇൻവെസ്റ്റ് ഇൻ ദെയർ എഡ്യൂക്കേഷൻ. Give them better foundation at this age itself. Bye-bye.